ഇന്ന് നമ്മൾ തിരിച്ചു പോവാട്ടോ. ഇന്ന് രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പൊ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് അപ്പൊ പുറത്തെ കുറച്ച് കാഴ്ചകൾ ഇനി നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ലല്ലോ, ഇന്നും കൂടി അല്ലേ ഉള്ളൂ. അത് കാരണം കൊണ്ട് ഇങ്ങനെ കുറച്ച് നേരം പിള്ളേരൊന്നും എഴുന്നേറ്റിട്ടില്ല. അപ്പൊ അങ്ങനെ പുറമേലേക്കൊക്കെ നോക്കി ഇങ്ങനെ ദൂരെയുള്ള ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നോക്കി നോക്കി നിക്കാണ്. ഹലോ, വെൽക്കം ടു അവർ വ്ലോഗ്സ്. ഇന്നിപ്പോ ബുധനാഴ്ച ആട്ടെ. ഇന്ന് നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടെ ഇപ്പൊ സമയം 9:30 ആയപ്പോ അതെ തിരിച്ചു പോകാനുള്ള പാക്കിങ്ങുകൾ തുടങ്ങി. പിള്ളേരൊന്നും എണീറ്റിട്ടില്ല, എല്ലാരും നല്ല ഉറക്ക. ഒരു വഴിക്ക് പോരണല്ലോ ഇതും പറഞ്ഞുള്ളതൊക്കെ കെട്ടിച്ചമ്മന്ന് കൊണ്ടുവന്നിട്ടെ. മെയിൻലി പിള്ളേരെയും കൊണ്ടുവരണോണ്ട് കുറെ സ്നാക്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കുറച്ചൊക്കെ ഇവിടെ വെച്ച് കഴിച്ചു. അപ്പോൾ ബാലൻസ് ഉള്ളത് പിന്നെ നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. നമ്മൾ 12 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം. വൈകുന്നേരമാണ് ഫ്ലൈറ്റ്, പക്ഷെ 12 മണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോകണം. എന്നാലേ ഒരു അക്വാട്ടിക് ഗാർഡനും കൂടി ഉണ്ട്, അതും കൂടെ കണ്ടിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. ഓരോരുത്തരായിട്ട് ഇരിക്കുന്നു, കിടക്കുന്നു, വീണ്ടും എഴുന്നേൽക്കുന്നു. ഇതാണ് നമ്മുടെ റൂം. ഇതാ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. അവിടെ നിന്ന് വന്നു ഇതാ ഡോറിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഒരു മേക്കപ്പ് ചെയ്യാനൊരു പറ്റിയ സ്ഥലം. അവിടെ നമുക്ക് ചായയൊക്കെ ആണെങ്കിൽ കിട്ടലുണ്ട്. ഇവിടെ ഒരു കബോർഡുണ്ട്. ഇതാ ഞങ്ങളിവിടെ നിറച്ച് സാധനങ്ങൾ കണകൊണ്ട് വന്നിട്ടേക്കാട്ടോ. കാരണം ഇന്ന് പോണ കാരണം കൊണ്ട് വേണ്ടതൊക്കെ എടുത്തിട്ട് ബാക്കി വേസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞ് എന്താ 2 ബെഡായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ഒരു പിള്ളേർക്കും പിന്നെ ഒരു സാധാ ബെഡ്. അപ്പം ഞങ്ങളത് ഒരുമിച്ചിട്ടു രാത്രിയായപ്പോൾ. അല്ലെങ്കിൽ പിന്നെ എങ്ങാനും ആരെങ്കിലും കൊച്ചുങ്ങളെങ്ങനെ താഴെ വീണാലോ എന്ന് വെച്ചിട്ട് ഒരുമിച്ചിട്ടതാ. ഇത്രയാണ് റൂം. പിള്ളേർക്ക് ഇതേ എഴുന്നേൽക്കണുള്ളൂ. അങ്ങനെ സമയമാണെങ്കിൽ വേഗം പോണു കേട്ടോ. കാരണം ഇന്ന് പോകേണ്ട ദിവസമായ കാരണമാണോന്ന് അറിയില്ല, എന്താണെന്നറിയില്ല. പെട്ടെന്ന് പിള്ളേരൊക്കെ ഒന്ന് എനിക്ക് ഉഷാറായപ്പോഴേക്കും ടൈം വേഗം പോയി. അപ്പോൾ കണ്ണനാണെങ്കിൽ വന്ന് ചെക്ക് ഇൻ ചെയ്ത് അപ്പം തൊട്ട് സ്വിമ്മിംഗ് പൂളിൽ പോകണമെന്ന് പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹം തീർക്കാന്ന് വെച്ചിട്ട് വേഗം ഒന്നൊരു 10 മിനിറ്റ് ഒക്കെ പോകാമെന്നും പറഞ്ഞ് ഇവിടേക്ക് കൊണ്ടുവന്നേക്കാട്ടോ. അവനിവിടെ കിഡ്സ് പൂളിലാട്ടോ. അതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ നമുക്ക് പറ്റിയ വലിയവർക്ക് പറ്റിയ ടൈപ്പ് വലിയ പൂളും ഉണ്ട്. അപ്പം ഞങ്ങളൊന്നും ഇറങ്ങിയൊന്നുമില്ല, കാരണം നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ അച്ചൂട്ടൻ വലിയ ഇൻട്രസ്റ്റിൽ ഞാനും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് പോകുന്നതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നോക്കിയപ്പോൾ വെള്ളത്തിന് നല്ല തണവുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങോട്ട് പോന്നു. പുള്ളിക്ക് വലിയ താല്പര്യമില്ല. പുള്ളി എൻ്റെ അടുത്ത് വന്ന് നിന്നു. അങ്ങനെ കണ്ണൻ നല്ല അടിച്ചു പൊളിച്ച് അതിൽ കളിച്ച് അങ്ങനെ കറക്റ്റ് 12 മണി ഹോട്ടലിൻ്റെ പുറത്തിറങ്ങി നിന്നു. അങ്ങനെ വണ്ടിയെ കയറി പോവാണ്. ചെറിയൊരു വിഷമം ഉള്ളിലുണ്ട് കേട്ടോ. കാരണം 3 ദിവസം സൂപ്പറായിരുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പിള്ളേർ ഇങ്ങനെ നമുക്ക് പിള്ളേരെയും കൊണ്ട് ഇത്ര സുഖമായിട്ട് പോകാൻ പറ്റുന്നു. കാരണം ഇവർ വാശി പിടിക്കുന്നത് വിചാരിച്ചു വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഫുഡൊക്കെ ഇവിടുത്തെ ഫുഡൊന്നും നമുക്കത്ര പറ്റില്ല, എന്നാലും കൊച്ചുങ്ങൾ അത്യാവശ്യമൊക്കെ കഴിച്ചു. വലിയ കുഴപ്പം പിള്ളേരെ കൊണ്ടും ഉണ്ടായില്ല. നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പോൾ പകുതി നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ മലേഷ്യയുടെ. ഇത് നമ്മൾ കണ്ടതൊന്നുമല്ല, ഇനി ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. പക്ഷെ നമുക്ക് ഇത്രേ പറ്റുള്ളൂ. എല്ലാവർക്കും അറിയാലോ, പിള്ളേരെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇത്തിരി ടാസ്ക്കാണ് പരിപാടി. കാരണം കുഞ്ഞു കൊച്ചുങ്ങളല്ലേ, എല്ലാം ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി റിസ്ക്കാണ്. നമുക്ക് നല്ല പേടിയും ഉണ്ടാവും. കാരണം കൊണ്ടുവന്ന് തിരിച്ച് വീടെത്തണ വരെ ഇതുങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ലാണ്ട് എത്തിക്കട്ടെ. അങ്ങനെ അത് കാരണം നമുക്ക് ഒറ്റയ്ക്ക് വന്നപ്പോൾ എൻജോയ് ചെയ്യണ പോലൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ സന്തോഷമായിട്ട് 3 ദിവസം അടിച്ചു പൊളിച്ച് നടന്നു. അത്യാവശ്യം നമ്മൾ മലേഷ്യ ഒരു ഇതൊക്കെ കണ്ടു. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കിങ് പാലസും കൂടെ കണ്ടിട്ടാണ് കേട്ടോ അക്വ വേൾഡിലേക്ക് പോകണം. അക്വ വേൾഡിൽ കയറി കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂർ കൂടുതൽ വേണ്ടി വരുന്ന ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ ഓൺ ദ വേ ആണ് കിങ് പാലസ്. അതും കൂടെ ഒന്ന് കണ്ടിട്ട് അക്വ വേൾഡിൽ പോവുക. അപ്പം നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം കറക്റ്റ് ഏകദേശം നമുക്ക് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യേണ്ട ടൈം ആവും. അങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ പ്ലാനിങ്. അപ്പോൾ വലിയ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ് കിങ് പാലസിൻ്റെ അവിടേക്ക്.
അപ്പോൾ പിള്ളേർ കുഴപ്പമില്ല കേട്ടോ. ഇവിടുത്തെ ഫുഡൊന്നും നമുക്ക് പറ്റില്ല, ബാക്കി ഒക്കെ ഓക്കെയാണ്. ഫുഡിൻ്റെ കാര്യം മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വന്നപ്പോൾ അത്യാവശ്യം കുറച്ച് സ്നാക്സും ഇതൊക്കെ കൊണ്ടുവന്നുണ്ടായി കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായിട്ട്, ബിസ്ക്കറ്റൊക്കെ. അപ്പോൾ പിള്ളേർക്ക് വയറിനൊന്നും ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റും ഇല്ല, ഫുഡ് ഇൻഫെക്ഷനൊന്നും ഇല്ല. അപ്പോൾ ദേ നമ്മൾ പോണു. അങ്ങനെ ദൂരെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഈ അക്വാ വേൾഡിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ടിലേക്ക് ഒരു 40 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഡ്രൈവ്. അപ്പോൾ നമ്മൾ അധികം സമയമൊന്നും കിങ് പാലസ് കാണാൻ നിൽക്കില്ല, വേഗം ഒന്ന് കണ്ടിറങ്ങും, അത്രേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ഇതാണ് നമ്മുടെ കൊട്ടാരം. നമ്മുടെ നാട്ടിൽ നമ്മൾ കൊട്ടാരം കാണാനായിട്ട് പോയി ഉള്ളിലൊക്കെ കയറി കാണുന്ന പോലെ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ നിലവിൽ രാജഭരണമാണ്. അപ്പോൾ ഇപ്പോഴത്തെ രാജാവ് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അല്ലാതെ ഇത് നമുക്ക് കാണാനായിട്ടുള്ള കാണാനുള്ള സ്ഥലമല്ല. നമുക്ക് നമ്മളെ പോലെയുള്ള ടൂറിസ്റ്റേഴ്സിന് എല്ലാവർക്കും ഇതുപോലെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് ഇവിടെ നിന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടൊന്ന് കണ്ടിട്ട് പോകുക, അത്ര മാത്രമേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ആർക്കും അകത്ത് കയറി കാണാനൊന്നും പറ്റില്ല. എല്ലാവരും വെറുതെ ഇവിടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്ത് സന്തോഷമായിട്ട് തിരിച്ചു പോകണം, അത്ര മാത്രമേ നടക്കണുള്ളൂ. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ക്ലാരിറ്റിക്ക് അനുസരിച്ച് ഇത്രയും സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം ഒന്ന് കാണാൻ പറ്റിയെന്ന് വിചാരിക്കണു. ഇതാണ് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട്. ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കണ്ട് 1.5 കിലോമീറ്റർ ഉള്ളിലേക്കാന്ന് തോന്നുന്നു ആ കൊട്ടാരം ഇരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത്രയും വലിപ്പം തോന്നണം. അപ്പോൾ ആ ഒരു പാലസിൻ്റെ ആ ഒരു എന്താ പറയുക, പ്രൗഢി ഒന്ന് നോക്കി. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ച് പോന്നപ്പോൾ ഈ നമ്മുടെ ഗേറ്റിൻ്റെ 2 സൈഡിലും ഇതുപോലെ 2 കാവൽക്കാർ നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ടൂറിസ്റ്റേഴ്സ് അവരുടെ ഫ്രണ്ടിലൊക്കെ ചെന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അവർ കൂട്ടം കൂടി നിന്ന് വർത്തമാനം പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കണ്ണ് പോലും അവരൊരു കറക്റ്റ് ഒരേ ഡയറക്ഷനിൽ തന്നെ നോക്കി ഒരു അനക്കവും ഇല്ലാതെ എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റണേ. ശരിക്കും ഞാൻ ആദ്യം സ്റ്റാച്ചു ആണെന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഡ്യൂട്ടീനെ ശരിക്കും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യല്ലേ ചെയ്യണം. ഞാൻ പിന്നെ ആ ഭാഗത്തേക്കൊന്നും അധികം ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം എനിക്ക് കുറച്ച് പേടിയുണ്ടായി, അവരുടെ കയ്യിൽ തോക്കും ഉണ്ടായി. അങ്ങനെ ആൾക്കാരൊക്കെ സൂപ്പറായിട്ട് പോസൊക്കെ ചെയ്ത് നല്ലോണം ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇവിടെ അങ്ങനെ അധികം ഫോട്ടോസൊന്നും എടുത്തില്ല. കാരണം കണ്ണനും അച്ഛനും ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ലാത്ത സംഭവമാണല്ലോ. അപ്പോൾ അവരാണെങ്കിൽ മറ്റേ മീനിൻ്റെ അവിടേക്ക് പോവാമെന്നും പറഞ്ഞ് വാശി. പിന്നെ ഗൗരി ഉറങ്ങി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ നിന്ന് പോവാണ്. ഇവിടെ അധികം നിന്നേ ഇല്ല. ജസ്റ്റ് ഒരു 10 മിനിറ്റ് കൂടുതലൊന്നും നിന്നിട്ടില്ല ഞങ്ങൾ. 10 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ അവിടെ നിന്ന് കയറി നടന്ന് അതിൻ്റെ ഫ്രണ്ടിലെത്തി തിരിച്ചു വന്നപ്പോഴേക്കും 10 മിനിറ്റ് ആയി. കാരണം അത്രയും വിശാലമായിട്ട് കിടക്കാണ് സ്ഥലം. അങ്ങനെ പോവാണ്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ തന്നെ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് കാണൽ മാത്രമേ നടക്കണുള്ളൂ. എന്നാലും ഇഷ്ടം പോലെ ആൾക്കാർ ടൂറിസ്റ്റേഴ്സ് കാണാൻ പോകുന്നുണ്ട്. ടൂറിസ്റ്റ് വണ്ടികൾ പാർക്ക് ചെയ്തേക്കണത് അതാ ഒരു സൈഡിലാണ് കേട്ടോ ഇത്രയും വണ്ടികൾ. ഇതല്ല, ഇതുപോലെ ഇതിന് ചുറ്റും പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളിതേ പോവാണ്. ഇനിയിപ്പോൾ അക്വാ വേൾഡിൽ പോകണം. അവിടുത്തെ കാഴ്ചകൾ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ വരാൻ കാരണം, അല്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ